ഇന്നത്തെ ബ്രിട്ടീഷ് GP എന്തുകൊണ്ട് സേഫ്റ്റി കാറിൽ എൻഡ് ചെയ്തു എന്ന് ഡൗട്ടുള്ളവർ ജസ്റ്റ് സ്പെയർ 30 seconds വിത്ത് മീ. മാക്സിൻ്റെ ഇൻസിഡൻറ്റിന് ശേഷം 50ാമത്തെ ലാപ്പിൽ ട്രാക്ക് ക്ലിയർ ആയെന്ന് കാണിച്ചു. 51ാമത്തെ ലാപ്പിൽ ലാപ്ഡ് കാർസ് അൺലാപ്പ് ചെയ്യാൻ കാണിച്ചു. ഉടനെ തന്നെ സേഫ്റ്റി കാർ എൻഡ് ചെയ്യുന്നതെന്നും കാണിച്ചു ആ ലാപ്പിൽ. ആൻഡ് അടുത്ത സെക്കൻഡിൽ സേഫ്റ്റി കാർ ഡിപ്ലോയിഡ് എന്ന് വീണ്ടും കാണിച്ചു. ആൻഡ് സേഫ്റ്റി കാറിലാണ് 52nd ലാപ്പിൽ റേസ് ഫിനിഷ് ചെയ്തത്. സോ ഇത് കൺഫ്യൂസിംഗ് ഒന്നുമല്ല, സിംപ്ലി FIA പ്രോപ്പർ റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ റെഗുലേഷൻ അനുസരിച്ച് നമ്മൾ അൺലാപ്പ് ചെയ്യാൻ പറയുന്ന ലാപ്പിന് ശേഷമുള്ള ലാപ്പിൻ്റെ എൻഡിലെ സേഫ്റ്റി കാർ പിറ്റിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ. സോ ഇവിടെ 51ാമത്തെ ലാപ്പിലാണ് കാർസ് അൺലാപ്പ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ട. സോ അക്കോർഡിംഗ് ടു റൂൾസ് നെക്സ്റ്റ് ലാപ്പിൻ്റെ എൻഡിലെ സേഫ്റ്റി കാർ എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 52ാമത്തെ ലാപ്പിൻ്റെ എൻഡിൽ, അതായത് റേസ് തീരുന്ന ലാപ്പാണത്. സോ അതുകൊണ്ടാണ് സേഫ്റ്റി കാറിൽ റേസ് ഫിനിഷ് ചെയ്തത്. ആൻഡ് 51ാമത്തെ ലാപ്പിൽ സേഫ്റ്റി കാർ എൻഡ് ചെയ്തു എന്ന് കാണിക്കുന്ന മെസ്സേജ് സോഫ്റ്റ്വെയർ എറർ കൊണ്ടാണെന്നാണ് FIA പറയുന്നത്. ബട്ട് സ്റ്റിൽ ദേ ആർ കറക്റ്റഡ് ഇറ്റ്. വീണ്ടും സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്ത് കറക്റ്റ് ചെയ്തു. ഈ വട്ടം 2021 തെറ്റ് മനസ്സിലാക്കി ഉടനെ തന്നെ തിരുത്തി. അന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഹാമിൽട്ടൺ 8 ടൈം വേൾഡ് ചാമ്പ്യൻ എന്ന് പറയായിരുന്നു. റെഗുലേഷൻസ് ഫോളോ ചെയ്തു, പക്ഷേ ഒരു ത്രില്ലിംഗ് എൻഡ് നമുക്ക് മിസ്സായി. കമൻറ്റ് യുവർ തോട്ട്സ് ഓൺ ദിസ് ആൻഡ് ഫോളോ ഫോർ മോർ FN contents.